Hi children, welcome to Edu English channel. Before moving to the lesson, please don't forget to subscribe, share and like my channel. So ഇന്ന് നമുക്ക് +1 ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചാപ്റ്റർ നെയിം ഇസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലാം ഓഫ് ഫ്ലഹർട്ടി. Okay, read and reflect എന്ന് നോക്കാം. Let's read the story of a young seagull that was afraid to make its first flight and how its parents guided it into action and thereby equipped it to face the challenges of life. സോ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നടത്തിയ വിമാനയാത്രയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു യങ് സീകളിൽ ആദ്യമായിട്ട് പറക്കാൻ എടുത്ത മെഷേഴ്സാണ്. ഓക്കെ, അതിനുണ്ടായിരുന്ന ടെൻഷൻസും അതിന് സപ്പോർട്ടീവായി നിന്ന് ഫാമിലി മോട്ടിവേറ്റ് ചെയ്തിരുന്നവർ, അതൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. The young seagull was alone on his sledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forwards the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. സോ യങ് സീകൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അല്ലേ, ലെഡ്ജിൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ്. ലെഡ്ജ് എന്ന് പറയുന്ന ഒരു നാരോ പ്രൊജക്റ്റിംഗ് ഏരിയ ആണ്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. ഒരു റോക്കി, ആ ഒരു ചെറിയ പാറകഷ്ണത്തിൻ്റെ മുകളിലുള്ള ഒരു പ്രൊജക്റ്റിംഗ് ഏരിയ, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഏരിയയ്ക്കാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സീകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്ചറിൽ. അപ്പം അവിടെയുള്ള ആ സീകളുടെ ബ്രദറും സിസ്റ്ററും ഓൾറെഡി പ്രീവിയസ് ഡേ തന്നെ മറ്റൊരു ലെഡ്ജിലേക്ക് പറന്നുപോയി. And the young seagull was afraid to fly. Somehow when he had taken a little run forward to the brink of the ledge, അപ്പോൾ ആ ഒരു ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് പോയി നോക്കുന്നുണ്ട്, പക്ഷേ he couldn't flap his wings. അവന് പേടി കാരണം ചിറകടിക്കാൻ പേടിയായി. ഓക്കെ, സോ പറ്റുന്നില്ല, ചിറകടിക്കാൻ പറ്റുന്നില്ല. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച് ബിനീത്ത് ഡൗൺ ആൻഡ് വാസ് മൈൽസ് ഡൗൺ. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ എന്താ, വലുതായിട്ടുള്ള ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ കാണുന്നത്, ചുറ്റിലും കടലാണ്. ആൻഡ് ഹീ ഫെൽറ്റ് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവന് തോന്നുകയാണ് അവൻ്റെ വിങ്സ് അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് അവൻ ഓൾറെഡി പ്രീവിയസ് നൈറ്റിൽ അവൻ കിടന്നിരുന്ന ആ ലെഡ്ജിൽ തന്നെ വന്ന് കിടക്കുകയാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് were far shorter than his own ran to the brink, flapped their wings and flew away. He failed to muster up courage to make the plunge when appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening him to let him starve on his ledge unless he flew away. But for the life of him he could not move. സോ സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നു, ബ്രദേഴ്സും സിസ്റ്റേഴ്സിനൊക്കെ കുഞ്ഞു ചിറകുകളാണുള്ളത്, അവനേക്കാളും ചെറിയ ചിറകുകളാണുള്ളത്. ബട്ട് ദേ കുഡ് മൂവ്, അല്ലെങ്കിൽ അവർ പറന്നുപോയി, പക്ഷേ അവന് പറ്റുന്നില്ല. അവന് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവൻ്റെ കറേജ് അവന് മസ്റ്ററപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹി വാസ് സോ ഡെസ്പറേറ്റ്. അവൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൻ്റെ പാരൻസ് വന്നിട്ട് അവനെ കോളിങ് ഷ്രില്ലി എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുക, നല്ല ലൗഡ് വോയിസ് ഉണ്ടാക്കുക, അവനെ വഴക്ക് പറയുക, സ്കോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവനെവിടെ സ്റ്റാർവ് ചെയ്യുക അല്ലെങ്കിൽ പട്ടിണിക്കിടും, ആ ഒരു ലെഡ്ജിൽ ഒറ്റയ്ക്ക് നിർത്തുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ, ഹി കുഡൻറ്റ് മൂവ്. ഇനി തേർഡ് പാരഗ്രാഫ് നോക്കുക. ദാറ്റ് വാസ് 24 hours ago. Since then nobody had come near him. The day before, all the day long, he had watched his parents flying about with his parents and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. So ദാറ്റ് വാസ് 24 hours ago. 24 മണിക്കൂർ കഴിഞ്ഞു. നോബഡി കം നിയർ ഹിം. അവൻ്റെ അടുത്തേക്ക് ആരും വന്നില്ല. ആ ഒരു ഡേ ബിഫോറിൽ തന്നെ എല്ലാവരും പറന്നുപോയി മറ്റൊരു ലെഡ്ജിലേക്ക് അല്ലേ. അവിടെ പാരൻസ് എന്താ ചെയ്യുന്നത്, ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും വേവ്സ് സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറക്കാൻ പഠിപ്പിക്കുക. പിന്നെ ഡൈവ് ഫോർ ഫിഷിനെ എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹി ഹാഡ് ഇൻഫാക്ട് ഇവൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഹെറിങ്. അപ്പോൾ അവിടെ ഓൾഡർ ബ്രദർ ഒരു ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി ഇനത്തിൽപ്പെട്ട ഒരു ഫിഷാണ്, അത് കഴിക്കുന്നത് കാണാണ് ബ്രദർ, സ്റ്റാൻഡിങ് ഓൺ ഒരു റോക്കിൻ്റെ മുകളിൽ നിന്നിട്ട്. ആൻഡ് ഹിസ് പാരൻസ് സർക്കിൾ അറൗണ്ട് ഹിം വിത്ത് എ ലൗഡ് പ്രൗഡ് കാക്കിൾ. പാരൻസ് അവന് ചുറ്റും നിന്നിട്ട് നല്ല അഭിമാനത്തോടു കൂടി ശബ്ദം ഉണ്ടാക്കുകയാണ്. അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് അഭിമാനം തോന്നുകയാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്.
And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പാരൻസ് വന്നിട്ട് അവൻ്റെ ഒരു സീകളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവൻ്റെ കവാഡൈസ് അല്ലെ, കവാഡൈസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ആ ഒരു ക്യാരക്ടറിനെ നോക്കി കളിയാക്കുകയാണ്. നെക്സ്റ്റ് നോക്കുക. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. സോ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സണ്ണ് അസെൻഡ് ചെയ്യുകയാണ്. അസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്നൊരു സമയം. അപ്പോൾ ഓൾറെഡി അത് ഒരു ഭയങ്കര ഹോട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടെ സീകളിൽ പറ്റ ടയേർഡാണ് ബിക്കോസ് ഓഫ് ഹങ്കർ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. പ്രീവിയസ് നൈറ്റ് ഫോൾ അവനൊന്നും കഴിച്ചിട്ടില്ല, രാത്രിയിലൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽ സ്റ്റീൽ കിട്ടുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ആ മാക്രൽ ടെയിലിൽ പക്ഷെ എന്താ ഉണ്ടായിരുന്നു, ഒരു ഫ്ലഷി ഐറ്റംസ് ഒന്നുമില്ല. മാക്രൽ എന്ന് പറയുന്നത് ഇവിടെ അയല ഇനത്തിൽപ്പെട്ട ഫിഷാണ്. ഓക്കെ, നൗ ദി വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അവിടെ ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ചെറിയൊരു അംശം പോലും ഫുഡ് ബാക്കിയില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച് റൂട്ടിങ് എമംഗ് ദ റഫ് ഡേർട്ട് കേക്ക് സ്ട്രോ നെസ്റ്റ്. സോ നെസ്റ്റിൽ അവരെ കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് സെർച്ച് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഈവൻ അവർ വിരിഞ്ഞ് വന്ന എഗ് ഷെല്ലിൽ പോലും, ഹാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിരിഞ്ഞ് വന്ന എഗ് ഷെല്ലിൽ പോലും അവൻ സ്ക്രൈപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ചുരണ്ടി നോക്കുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ എന്ന്. ഇറ്റ് വാസ് ആസ് ലൈക്ക് ഈറ്റിംഗ് ഹിംസെൽഫ്. അവനെ തന്നെ കഴിക്കുന്നതിന് തുല്യമായിരുന്നു അത് എന്നാണ് ഓഥർ പറയുന്നത്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി ദെൻ trotted back and forth from one end of the ledge to the other, his long grey legs stepping gently, trying to find some means of reaching his parents without having to fly. But on each side of him the sea ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep wide crack. അപ്പോൾ സീകൾ ഇവിടെ ട്രോട്ട് ചെയ്യാണ്, ഫ്ലൈ ചെയ്യാണ്, ബാക്ക് ആൻഡ് ഫോർത്ത്, ജസ്റ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ, മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ പറക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി കുഡ് നോട്ട് മൂവ്. അവൻ പിന്നെ സെർച്ച് ചെയ്യാണ് പാരൻസിൻ്റെ അടുത്ത് എത്താൻ വേറെ എന്ത് മാർഗ്ഗമാണുള്ളത്. വിത്തൗട്ട് ഫ്ലൈയിങ്, പറക്കാതെ എങ്ങനെ എത്താം. പക്ഷേ താഴെ എന്താ ഉണ്ടായിരുന്നത്, ഫാർ ആ ഒരു സീ വാസ് അണ്ടർ ബിനീത്തിലെ ഒരു സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വിശാലമായൊരു സീ ആണ് താഴെ കിടക്കുന്നത്. അതുമാത്രമല്ല, പാരൻസിൻ്റെ അവൻ്റെ ഇടയിൽ ഒരു വൈഡ് ക്രാക്ക് ഉണ്ടെന്നാണ്. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിടവുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ പറക്കാതെ വേറൊരു നിർത്തിയില്ല. നെക്സ്റ്റ് നോക്കുക. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge and he was not a fly. And above him he could see nothing. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. സോ പിന്നെ പറയുന്നു, ഈ ഒരു ക്ലിഫ് ഫേസിൽ നോർത്ത് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വേഗം എത്താൻ പറ്റും. പക്ഷേ പറക്കാതെ ദർ ഇസ് നോ way to reach his parents. So he was so totally ഡെസ്പായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. He stepped slowly out the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still they took no notice of him. He saw his brothers and his sister lying on the plateau dozing, with their heads sunk into their necks, and his father was preening the feathers on his white back. Only his mother was looking at him. അല്ലേ? അപ്പോൾ ഇതൊരു സീകളുടെ പാത്തറ്റിക് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പാരൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹി വോണ്ട് ടു റീച്ച് ഹിസ് പാരൻസ്. അവൻ പ്രിറ്റൻഡ് ചെയ്യുകയാണ്, അവൻ ഒറ്റക്കാലിൽ നിന്ന് ഉറങ്ങുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യണം. അവരെ എങ്ങനെയെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് അല്ലേ. ടു നോ നോട്ടീസ് ഓഫ് ഹിം, ബട്ട് ദേ ആർ നോട്ട് അറ്റ് ഓൾ ലുക്കിംഗ് അറ്റ് ഹിം. ഹി സോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലൈങ് ഓൺ ദ പ്ലാറ്റ്യൂ ഡോസിങ് പറഞ്ഞാൽ സ്ലീപ്പ് ചെയ്യുക. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ്. അപ്പോൾ ഫാദർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലീൻ ചെയ്യുകയാണ്, ഫെദേഴ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അമ്മ മാത്രം അവനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്, ലുക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കുക. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് on the plateau, her white dress dressed forward
Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. He loved to tear food that way, scraping his beak now and again. സോ ഇവിടെ അമ്മ പക്ഷി എന്താ ചെയ്യുന്നത്, സീകളുടെ മദർ അവിടെ ഒരു പ്ലാറ്റിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അതിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ഫീറ്റുള്ള ഒരു കഷ്ണം ഫിഷ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് സീഗൾ വാസ് വെരി മച്ച് ഈഗർ ടു ഈറ്റ് സംതിങ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഫുഡ് അമ്മയുടെ കയ്യിൽ കാണുന്നത്. സോ ഹി നീഡ് ടു ഗെറ്റ് ദാറ്റ് ഫിഷ്, ആ ഒരു ഫിഷ് വേണം. അതുകൊണ്ട് തന്നെ ഈ ബീക്കൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ട് ഉരച്ചും കൊണ്ട് മൂർച്ച വെപ്പിച്ചിട്ടാണ് പക്ഷികൾ സ്വതവേ ഫുഡ് കഴിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ സീകളിന് അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ ഹി ലവ്സ് ടു ഈറ്റ് ദാറ്റ് ഫുഡ് ഇൻ സച്ച് എ വേ എന്നാണ് പറയുന്നത്. And to wet it means sharpen. Okay, he uttered a low cackle. His mother cackled too and looked at him. So ഇവിടെ സീകൾ ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണ്. കാക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മേക്കിംഗ് എ ലോ വോയിസ്, ആൻഡ് ഇൻ റെസ്പോൺസ് ആയിട്ട് സീകളുടെ മദറും തിരിച്ചൊരു സൗണ്ട് ഉണ്ടാക്കുന്നു. ഗ ഗ ഗ ഹി ക്രൈഡ്, ഹി ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ഗൗലൂല, ഷീ സ്ക്രീൻഡ് ബാക്ക് mockingly, but he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, trapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted. Her legs hanging limbs, her wings motionless, the piece of fish in her beak almost within reach of his beak. സോ ഇവിടെ ഹീസ് ബെഗിങ് ഹിസ് മദർ, അമ്മയുടെ അടുത്ത് ബെഗ് ചെയ്യാണ്. ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബെഗ് ചെയ്യാണ്, കുറച്ച് ഫുഡ് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. സോ ഷീ ഈസ് ഓൾസോ മേക്കിംഗ് അല്ലെങ്കിൽ മോക്ക് ചെയ്യാണ്, കളിയാക്കുന്നുണ്ട് സീകളിനെ അല്ലേ. പക്ഷേ within a minute he began to make a joyful scream. നല്ലൊരു സന്തോഷത്തോടു കൂടി സ്ക്രീം ചെയ്യാണ്. ബിക്കോസ് he noticed that his mother is coming near to him അല്ലേ. അമ്മ അവിടുന്ന് അവൻ്റെ അടുത്തേക്ക് മീൻ കഷ്ണമായിട്ട് വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ആൻഡ് ഹീസ് മൂവിങ് ടു ദ എൻഡ് ഓഫ് ദ റോക്ക് സൈഡ്, ആ റോക്ക് സൈഡിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അമ്മ എന്താ ചെയ്തത്, വൈൽ ഷീ ഗെറ്റ് നിയർ ടു ഹർ ആസ് ഷീ ഫ്ലൂ അക്രോസ്, ബട്ട് ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം. എബ്രിസ്റ്റ് ഓഫ് ദ ലെഡ് ഷീ ഹാൾട്ട് കാരണം ആ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ നിൽക്കുക, അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല. തൊട്ടുള്ള രീതിയിൽ ഫിഷുമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, വിത്തിൻ ഹിസ് റീച്ച് ഓഫ് ഹിസ് ബിഗ്. അപ്പോൾ അവന് ഫുഡ് കിട്ടേണ്ട ആ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസേ ഉള്ളൂ, ഒന്ന് ചാടിയാൽ ഫിഷ് കിട്ടും. ആ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നിൽക്കുകയാണ് മദർ സീകൾ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഹി വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ, ആൻഡ് ദെൻ maddened by hunger he dived at the fish. With a loud scream he felt outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. So waiting in a moment, അമ്മ ഇത്ര അടുത്തെത്തിയിട്ട് എന്തുകൊണ്ട് ഫിഷ് തരുന്നില്ല സർപ്രൈസിങ്ങിൽ സീകളിൽ ആ ഫിഷിൻ്റെ അടുത്തേക്ക് ഡൈവ് ചെയ്യാൻ ചാടുകയാണ്. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഡൗൺ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് സീകളിൽ താഴോട്ട് വീഴുമ്പോൾ എന്താ സീകൾ കേൾക്കുന്ന ശബ്ദം, അമ്മ അല്ലെങ്കിൽ മദർ സീകൾ സൂപ്ഡ് അപ്വേർഡ്സ് എന്ന് വെച്ചാൽ മുകളിലോട്ട് പറന്നുയരുകയാണ്, സീകൾ താഴേക്ക് വീഴുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment he felt his wings spread outwards. The wind rest against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. So ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഒരു മോൺസ്ട്രസ് ടെറർ സ്ട്രക്ക് ചെയ്തു അല്ലെങ്കിൽ സീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്തു എന്നാണ്. അപ്പം താഴേക്ക് വീണു പോവുകയാണ് ആ ഒരു സീകളിൽ അല്ലേ. സോ ഹി വാസ് സോ ടെൻസ്ഡ്, അല്ലെങ്കിൽ നല്ല പേടിയുണ്ട്, എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ഫോർ എ ഫ്യൂ മൊമെൻറ്റ്, അല്ലെങ്കിൽ കുറച്ച് നേരം മാത്രമേ അത് ലാസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ദെൻ ഹി ബിഗാൻ ടു റിയലൈസ് ദാറ്റ് ഹിസ് വിങ്സ് വാസ് സ്പ്രെഡിങ് അല്ലേ. അപ്പം പിന്നെ അവന് മനസ്സിലായി അവൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യാൻ സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിങ്സ് സ്പ്രെഡ് ചെയ്തു ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ആദ്യമായിട്ട് പറക്കാൻ അവന് പറ്റി. Downwards and outwards, he was soaring gradually downwards and outwards. He was no longer afraid. അവനിപ്പോൾ
പേടിയില്ല. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. So അവൻ നന്നായിട്ട് ചിറകടിക്കാൻ തുടങ്ങി. അപ്വേർഡായിട്ടും താഴേക്കായിട്ടും അല്ലേ, ഡൗൺവേർഡ്സിലും അപ്വേർഡ്സിലും അവൻ പറക്കാൻ തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga 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 ga, gowlola. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his brave brothers and sister flying around him, soaring and diving. So ഈ ഒരു joyous scream, he was making a joyous scream and flapped them again അല്ലേ. Then afterwards എന്താ അവരെ പാരൻസ്, മദർ ആൻഡ് ഫാദർ അടുത്ത് വന്നിട്ട് അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. അവർ നല്ല സൗണ്ട് ഉണ്ടാക്കുകയാണ്. അവൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ അവനെ നന്നായിട്ട് പ്രൈസ് ചെയ്യുകയാണ്. ആൻഡ് ദ ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ഫാദർ നല്ല ഒച്ച ഉണ്ടാക്കി അവൻ്റെ അടുത്തേക്ക് വരുന്നു. മദർ വരുന്നു, സിസ്റ്റർ വരുന്നു, എല്ലാവരും അടുത്തുണ്ട്. ദേ വർ സോറിങ് ആൻഡ് ഡൈവ് ചെയ്യുന്നുണ്ട്. ഡൈവ് ചെയ്യുക പറഞ്ഞാൽ നല്ല രീതിയിൽ പറക്കുകയാണ്. നെക്സ്റ്റ് നോക്കുക. ദെൻ ഹി കംപ്ലീറ്റ്ലി forgot that he had not always been able to fly and commenced to dive and soar shrilly. So ഇനി അവനെന്താ, he forgot that he had not always been able to fly. അവന് ഇനി പറക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അവൻ മറന്നുപോയി. കാരണം അവൻ he was now able to do as like his brothers and sisters അല്ലേ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ അവനും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് അവന് ഉണ്ടായി. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with little ridges moving over it. He turned his beak sideways and croaked amusedly. His parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his leg to stand on the green sea. His leg sank into it. He screamed with fright and attempted to rise again, flapping his wings, but he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it, and he sank no farther. സോ ഈ ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഹി വാസ് ഫേസിങ് ദ ഓഷ്യൻ അല്ലേ. നൗ ഫ്ലൈങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ്, ഹി വാസ് ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനെത്ത് ഹിം. അവൻ്റെ താഴെ ഒരു ഗ്രീൻ സീ അവന് കാണാൻ പറ്റുന്നുണ്ട്. ലിറ്റിൽ റിഡ്ജസ് കാണും, ചെറിയ ചെറിയ കുന്നുകൾ കാണുന്നുണ്ട്. ആൻഡ് സൈഡ് വേസിലും ഒക്കെ അവൻ ക്രോവ്ഡ് അമ്യൂസ്ഡ്ലി എന്ന് പറയും. നല്ല രീതിയിൽ പറക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ഹിസ് പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓൾ ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അവൻ്റെ തൊട്ട് മുന്നിലായിട്ട് അച്ഛനും അമ്മയൊക്കെ ആ ഒരു പ്ലാറ്റ്യൂവിൽ നിൽക്കുന്നുണ്ട്. ദേ വർ ബെക്കണിങ് ടു ഹിം, കോളിങ് സ്ട്രില്ലി. അവരവനെ വിളിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് വരാൻ. ആൻഡ് ഹി വാസ് നൗ സോ വീക്ക് വിത്ത് ഹങ്കർ. അവൻ നല്ല വിശപ്പ് കാരണം ഹി വാസ് സോ ടയേർഡ് അല്ലേ, എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഫ്ലൈറ്റാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പറക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ട് പരിചയമില്ലാത്തൊരു എക്സസൈസ് ആയതുകൊണ്ട് തന്നെ ഹി വാസ് സോ tired. His feet sank into the green sea. Now he is dipping his feet into the sea. അവൻ കടലിൽ ഇപ്പോൾ കാല് മുക്കി. ആൻഡ് ഹിസ് ബെല്ലി ടച്ച്ഡ്. അവൻ്റെ വയറൊക്കെ അല്ലെങ്കിൽ ആ ഒരു അണ്ടർ പോർഷൻസൊക്കെ ഇപ്പോൾ സീയിൽ തൊട്ട് നിൽക്കണം. ആൻഡ് ഹി സാങ് നോ ഫർദർ. അവൻ മുങ്ങിപ്പോകുന്നില്ല, ബട്ട് ഹി ക്യാൻ ഹോൾഡ് ആൻഡ് സ്റ്റാൻഡ് ദെയർ. നെക്സ്റ്റ് നോക്കുക. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം, ആൻഡ് ദെയർ ബിഗ്സ് were offering him scraps of dog fish. He had made his first flight. സോ ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. ഇപ്പോൾ ആ ഒരു സീൽ അവൻ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അറൗണ്ട് ഹിം ഫാമിലി വാസ് സ്ക്രീമിങ്. അവന് ചുറ്റിലും അവൻ്റെ ഫാമിലി ഉണ്ട്, സ്ക്രീം ചെയ്യുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പ്രൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവന് ഓഫർ ചെയ്യുന്നുണ്ട് എന്ത്, എ പീസ് ഓഫ് സ്ക്രേപ്സ് ഓഫ് ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്മോൾ പീസ് ഓഫ് ഷാർക്കാണ്. ഷാർക്കിൻ്റെ ഒരു ലോങ് ടെയിൽ, ആ ഒരു പോർഷൻ അവന് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.